എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ ചില പ്രോബ്ലംസ് ആണ് നോക്കാം. ഇതാ 3 ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾസിലെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താണ് രണ്ടാമത്തെ ഈക്വലാറ്റർ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നത്. ബാക്കി 3 ഷെയ്ഡ് റെഡ് കളറിൽ കാണുന്നുണ്ട്. വീണ്ടും അതിൻ്റെയൊക്കെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വേറെ ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ഈ റെഡ് ട്രയാങ്കിൾസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി റെഡ് ഏരിയ ഇൻ ദി ഫസ്റ്റ് പിക്ചർ ഈസ് ദി ഏരിയ ഓഫ് ദി സെക്കൻഡ്. അതായത് സെക്കൻഡ് ട്രയാങ്കിളിലെ ഈ ഷെയ്ഡ്, അതായത് ഈ 3 റെഡ് ഏരിയ ഉണ്ട്. ഈ ഏരിയ ആദ്യ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര പാർട്ടാണ്? ഹൗ മെനി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി റെഡ് ഏരിയ ഇൻ ദി ഫസ്റ്റ് പിക്ചർ ഈസ് ദി ഏരിയ ഓഫ് ദി സെക്കൻഡ്. അതായത് സെക്കൻഡ് ട്രയാങ്കിൾ, ഇത് രണ്ടും ഒരേ ട്രയാങ്കിൾ ആണ്, പക്ഷെ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ. ഈ 4 ട്രയാങ്കിൾസിൽ 3 ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ 4 ട്രയാങ്കിൾസും സെയിം ആണ് അല്ലെ, കാരണം ഇത് രണ്ടും പാരലലാണ്. മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുമ്പോൾ ഇതിന് പാരലാണിത്, ഇതിന് പാരലാണിത്. അപ്പൊ ഇതൊരു പാരലോഗ്രാം ആണ്. അപ്പൊ പാരലോഗ്രാം ആകുമ്പോൾ ഡയഗ്രാമില് പാരലോഗ്രാമിന് 2 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് മാറ്റും. അപ്പൊ ഇത് 2 ഈക്വൽ ആണ്, അതുപോലെ ഇത് 2 ഈക്വൽ ആണ്, ഇത് 2 ഈക്വൽ ആണ്. അപ്പൊ 4 ഈക്വൽ പാർട്ടില് 3 പാർട്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. അപ്പോ ഈ ഷെയ്ഡഡ് പാർട്ട് ടോട്ടൽ ഏരിയയുടെ എത്ര ഭാഗമായിരിക്കും? 3/4 ആയിരിക്കും. ആകെ ഉള്ളതിന്റെ 3 ഭാഗം, 4ല് 3 ഭാഗം അങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റെഡ് കളറിൽ കാണും. അപ്പോ ഈ ഫസ്റ്റ് പിക്ചറിന്റെ 4ൽ 3 ഭാഗമാണ് സെക്കൻഡ് പിക്ചറിൽ റെഡ് കളറിൽ കാണുന്നത്. ഈ തേർഡ് പിക്ചറിൽ നോക്കാം. വാട്ട് അബൌട്ട് ദി തേർഡ് പിക്ചർ? തേർഡ് പിക്ചർ വരുമ്പോഴോ ഇവിടെ 4 ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഈ ഷെയ്ഡ് ചെയ്യാത്ത ഈ ട്രയാങ്കിളിലും 4 വരുമല്ലോ, കാരണം ഇതെല്ലാം സെയിം അല്ലേ. ഇത് ഈ 4 ഓരോന്നിലും 4 വീതം നമ്മൾ കണക്ക് കൂട്ടണം. അപ്പൊ മൊത്തം 4 + 4 + 4 + 4 16 ട്രയാങ്കിൾ ഉണ്ട് മൊത്തം. ആ 16 എത്രയാണ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അതായത് 3 9 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ 9/16 ആണ് മൂന്നാമത്തെ ട്രയാങ്കിളിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ 9/16 ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് ദി റെഡ് ഏരിയ ഓഫ് ദി തേർഡ് ട്രയാങ്കിൾ. അപ്പോ 9/16 അത് ക്ലിയർ ആയല്ലോ. അതായത് ഇതിനകത്ത് ഈ ഓരോ ട്രയാങ്കിളിനെയും വീണ്ടും 4 ആക്കി കണ്ടോ, അവിടെ 4 ആക്കി വീതിച്ചിരിക്കുകയാണ്. അപ്പോ ഇത് 4 4 + 4 + 4 + 4 ആയ 16 ഉണ്ട് ആകെ. അതിൽ എത്ര എണ്ണം? 9 ആണ് റെഡ് കളറിലുള്ളത്. അതുകൊണ്ട് 9/16 എന്ന് കാണാം. ക്ലിയർ ആയല്ലോ. വേറെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ABC is a right triangle. PQR are the midpoints of the sides of the triangle. Prove that BPRQ is a rectangle. What fraction of the area of triangle is the area of the rectangle? അത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ബി ആണ്. അവിടെ BCയുടെ മിഡ് പോയിന്റ് ആണ് Q. ഇവിടെ നമുക്ക് ആദ്യത്തെ പാർട്ട് പറയേണ്ടത് എന്താണ്? PBQR അല്ലെങ്കിൽ BPRQ ഒരു റെക്ടാങ്കിൾ ആണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, PR ഇവ ഈ ട്രയാങ്കിളിന്റെ 2 സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ്. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സിന് മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. അപ്പൊ PR പാരലൽ ടു BQ ആണ്. അതുപോലെ R ഉം Q ഉം മിഡ് പോയിന്റ്സ് ആണ്. അപ്പൊ QR പാരലൽ ടു AB ആണ്. അപ്പൊ ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലലാണ്. അതുകൊണ്ട് PBQR ഈസ് എ പാരലലോഗ്രാം കിട്ടും. PBQR ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് BPQR ഈസ് എ പാരലലോഗ്രാം. ഇതൊരു പാരലലോഗ്രാം കിട്ടും. ഇനി റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾ ആണ് ആംഗിൾ B. അപ്പൊ ആംഗിൾ B 90 ആണ് നമുക്കറിയാം. അപ്പൊ പാരലോഗ്രാമിന്റെ 1 ആംഗിൾ 90 ആയത് എന്താണ്? റെക്ടാങ്കിൾ ആണ്. അപ്പൊ പാരലോഗ്രാം ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ബോത്ത് പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയതുകൊണ്ട് പാരലോഗ്രാം ആണ്. അതിന്റെ 1 ആംഗിൾ 90 ആയതുകൊണ്ട് അത് എന്താണ്? റെക്ടാങ്കിൾ ആണ്. അപ്പൊ PBQR എന്താണ്? ഒരു റെക്ടാങ്കിൾ ആണ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇത് ആകെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ട്രയാങ്കിളിനെ 2 തിരിക്കാം. അങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക നോക്കി, ഇവിടെ 4 ട്രയാങ്കിൾ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഡയഗണൽ വരച്ചതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വലാണ്. റെക്ടാങ്കിൾ ഡയഗണലിൽ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. കൂടാതെ ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലലാണ്. കാരണം മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും പാരലല്, ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഇത് രണ്ടും പാരലല്. അപ്പൊ അങ്ങനെ പാരലൽ ലൈൻസ് ഓപ്പോസിറ്റ്സ് പാരലൽ ആയതുകൊണ്ട് ഈ പി ക്യു സി ആർ ഒരു പാരലോഗ്രാം. ഇതൊരു പാരലോഗ്രാം ആകുമ്പോൾ പാരലോഗ്രാമിന്റെ ഡയഗണലിലെ പാരലോഗ്രാമിന് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ ആക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആണ്. അതുപോലെ ഇത് മറ്റൊരു പാരലോഗ്രാം ആണ്. കാരണം ഇത് രണ്ടും പാരലാണ്, ഇത് രണ്ടും പാരലാണ്. അപ്പൊ ഈ എ പി ക്യു ആർ മറ്റൊരു പാരലോഗ്രാം. അപ്പൊ ഈ ഡയഗണലാണ് വരച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ്. അപ്പൊ എന്തായി? ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിൾ ഈക്വൽ ആണ്. അപ്പൊ 4 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ആ ട്രയാങ്കിളിനെ വീതിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ട്രയാങ്കിള് രണ്ട് ട്രയാങ്കിൾ വരുന്നതാണ് ഈ റെക്ടാങ്കിള്. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 2/4 ആയിരിക്കും. കാരണം ആകെ 4 ട്രയാങ്കിൾ ഉള്ളതിന് രണ്ട് ട്രയാങ്കിൾ റെക്ടാങ്കിൾ ആണ്. അപ്പൊ 2/4 ആണ് റെക്ടാങ്കിളിന്റെ ഏരിയ. അതായത് 2/4 ഓഫ് ദി ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ 4/2 ഭാഗം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അതായത് 1/2 ട്രയാങ്കിൾ എ ബി സി ആണ് ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. അപ്പൊ റെക്ടാങ്കിളിന്റെ ഏരിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ആണ്. ക്ലിയർ ആയല്ലോ? ഈ ട്രയാങ്കിൾ ഇവിടെ കൊണ്ടുവച്ചു, അത് തന്നെ ഇവിടെ കൊണ്ടുവച്ചു. അപ്പൊ ഈ 3 ട്രയാങ്കിൾ ഈക്വൽ ആണ്. അതുപോലെ ഈ ട്രയാങ്കിൾ നമുക്ക് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണ്. അപ്പൊ 4 ഈക്വൽ ആണ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. ഈ 4 ഈക്വൽ ട്രയാങ്കിളിൽ രണ്ട് ട്രയാങ്കിൾ ആണ് റെക്ടാങ്കിൾ. അപ്പൊ 2/4 ഓഫ് ദി ടോട്ടൽ ആണ് റെക്ടാങ്കിൾ. അതാണ് 1/2 എ ബി സി. അപ്പോ എ ബി സി എന്ന ട്രയാങ്കിളിന്റെ 1/2 പാർട്ടാണ് റെക്ടാങ്കിൾ ബി പി ആർ ക്യു. ക്ലിയർ ആയല്ലോ? വേറൊരു ചോദ്യത്തിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ചോദ്യമാണ് ക്യു ആർ ആൻഡ് എസ് ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് എ സിയുടെ മിഡ് പോയിന്റ് ആണ് പി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യു, അതുപോലെ ഡി എയുടെ മിഡ് പോയിന്റ് ആണ് എസ്, ഡി ബിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രൂവ് ദാറ്റ് പി ക്യു ആർ എസ് ഇസ് എ പാരലോഗ്രാം. അതായത് ഒരു എ ബി എന്നൊരു ലൈൻ പഠിച്ചിട്ടുണ്ട്. ആ ലൈനിന്റെ ഒരു വശത്തായിട്ട് രണ്ട് പോയിന്റ് സിയും ഡിയും. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ എ ഡിയുടെയും ബി ഡിയുടെയും മിഡ് പോയിന്റ്സ് ആയ എസ് ആറും ജോയിൻ ചെയ്തു. അതുപോലെ എ സിയുടെയും ബി സിയുടെയും മിഡ് പോയിന്റ് ആയ പിയും ക്യൂയും ജോയിൻ ചെയ്തു. അപ്പൊ കിട്ടുന്ന ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററല് ഒരു പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് വളരെ എളുപ്പമാണ്. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലായിരിക്കും. അപ്പൊ കണ്ടോ, എ ഡി ബി എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല് ഈ എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിളില് എന്താണ്, ഈ എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ്, ബി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആറ്. അപ്പൊ എസ് ആർ പാരലൽ ടു എ ബി ആവും. കൂടാതെ എസ് ആർ എന്ന് പറഞ്ഞാൽ എ ബിയുടെ ഹാഫ് ആയിരിക്കും. അതുപോലെ ഈ വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാല് ഈ എ സിയുടെ മിഡ് പോയിന്റ് ആണ് പി, ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അപ്പോ പി ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്, പി ക്യൂ എ ബിക്ക് പാരലാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളായിട്ട് എസ് ആർ ഈക്വൽ ടു ഹാഫ് എ ബി ആൻഡ് എസ് ആർ പാരലൽ ടു എ ബി. മിഡ് പോയിന്റ് തിയർ ആണ് നമ്മൾ പറയുന്നത്. പി ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്, പി ക്യൂ എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്. അതുപോലെ എസ് ആർ എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്, എസ് ആർ എന്ന് പറയുന്നത് എ ബിക്ക് പാരലാണ്. അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ കിട്ടി. പി എസ് ആർ ഈക്വൽ ടു ഹാഫ് എ ബി ആൻഡ് എസ് ആർ പാരലൽ ടു എ ബി, പി ക്യൂ ഈക്വൽ ടു ഹാഫ് എ ബി ആൻഡ് പി ക്യൂ പാരലൽ ടു എ ബി. അപ്പൊ നോക്കിയേ, എ ബി എന്ന് പറഞ്ഞാൽ എസ് ആറും പാരലാണ്, എ ബിയും പി ക്യൂവും പാരലാണ്. അപ്പൊ എസ് ആറും പി ക്യൂവും പാരലായില്ലേ, അല്ലെ? അപ്പോ എസ് ആർ ഈക്വൽ ടു പി ക്യൂ ആൻഡ് എസ് ആർ ഈക്വൽ ടു എസ് ആർ പാരലൽ ടു പി ക്യൂ. അതായത് എ ബിക്ക് പാരലാണ് എസ് ആർ, എ ബിക്ക് പാരലാണ് പി ക്യൂ. അപ്പൊ പി ക്യൂ പാരലൽ ടു എസ് ആർ ആയി. എ ബിയുടെ ഹാഫ് ആണ് എസ് ആർ, എ ബിയുടെ ഹാഫ് ആണ് പി ക്യൂ. അപ്പൊ എസ് ആർ ഈക്വൽ ടു പി ക്യൂ ആയി. അപ്പോ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് എസ് ആറും പി ക്യൂ ഈക്വൽ, എസ് ആറും പി ക്യൂ പാരലൽ. അപ്പൊ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ. സോ പി ക്യൂ ആർ എസ് ഈസ് എ പാരലലോഗ്രാം. പി ക്യൂ ആർ എസ് എന്തായി? ഒരു പാരലലോഗ്രാം ആയി. അതാണ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞത്. ഡിസ്ക്രൈബ് ദി പൊസിഷൻ ഓഫ് സി ആൻഡ് ഡി ഫോർ വിച്ച് ദി ക്വാഡ്രിലാറ്ററൽ ടു ബി എ റോംബസ്, എ റെക്ടാംഗിൾ, എ സ്ക്വയർ. അതായത് ഈ ക്വാഡ്രിലാറ്ററല് റോംബസ് ആകണമെങ്കിൽ ഈ ഡിയുടെയും സിയുടെയും പൊസിഷൻ എങ്ങനെയായിരിക്കണം? അതുപോലെ ഈ ഡിയുടെയും പൊസിഷൻ സിയുടെയും പൊസിഷൻ എങ്ങനെയായാലും ഇതൊരു റെക്ടാംഗിൾ ആകും.
ഡിയുടെയും സിയുടെയും പൊസിഷൻ എവിടെയൊക്കെ ആയാൽ ഇതൊരു സ്ക്വയർ ആകും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നോക്കാം, റോംബസ് എന്ന് പറയുന്നത് എന്താ? പാരലോഗ്രാം റോംബസ് ആണ് എപ്പോഴാ? അഡ്ജസന്റ് സൈഡ് ഈക്വൽ ആകുമ്പോൾ. അതായത് ഇവിടെ എസ് ആറും ക്യു ആറും ഈക്വൽ ആകുമ്പോൾ ഇതെന്താവും? റോംബസ് ആവും. എസ് ആർ എന്ന് പറയുന്നത് ഇവിടെ എ ബിയുടെ ഹാഫ് ആണ്. എസ് ആർ എന്ന് പറയുന്നത് എ ബിയുടെ ഹാഫ് ആണ്. ഇവിടെ ഈ സി ഡി അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഈ ട്രയാങ്കിൾ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ആർ. അപ്പൊ ക്യു ആർ എന്ന് പറയുന്നത് സി ഡിയുടെ ഹാഫ് ആണ്. അപ്പൊ സി ഡിയുടെ ഹാഫ് ആണ് ക്യു ആർ, എ ബിയുടെ ഹാഫ് ആണ് എസ് ആർ. അപ്പൊ എസ് ആറും ക്യു ആറും ഈക്വൽ ആവണം എന്ന് പറഞ്ഞാൽ ഏത് ഈക്വൽ ആയാൽ മതി? എ ബിയും സി ഡിയും ഈക്വൽ ആയാൽ മതി. അപ്പോ എ ബിയും സി ഡിയും ഈക്വൽ ആകുമ്പോൾ പി ക്യു ആർ എസ് ഒരു റോംബസ് ആകും. കാരണം അതായത് ഈ സിയും ഡിയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ലെങ്ത് എ ബിക്ക് ഈക്വൽ ആകുന്ന അവസരത്തിൽ ആ രീതിയിൽ സിയും ഡിയും വന്നു കഴിഞ്ഞാൽ ഇത് എന്താവും? ഒരു റോംബസ് ആകും. അത്രയും ക്ലിയർ ആയോ? ഇനി അടുത്ത അത് എപ്പോഴാണ് ഒരു റെക്ടാംഗിൾ ആകുന്നത്? റെക്ടാംഗിൾ ആകുന്ന പറഞ്ഞാൽ എന്താണ്? വൺ ആംഗിൾ ഇത് 90 ആയിരിക്കണം. വൺ ആംഗിൾ 90 ആണ്. അങ്ങനെ 90 ആവണമെങ്കിൽ നോക്കുക, ഈ ലൈന് പാരലല്ലേ ഇത്. അപ്പൊ അത് 90 ആവണമെങ്കിൽ, ഈ ആംഗിൾ 90 ആവണമെങ്കിൽ ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയ പോലെ. അപ്പോ ഈ സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരിക. അങ്ങനെ വരുമ്പോ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോ ഇതൊരു റെക്ടാംഗിൾ ആയിട്ട് മാറും. അതായത് ഇതിങ്ങനെ 90 ആകുമ്പോൾ ഇവിടെ 90 വരും, അപ്പൊ ഇവിടെ 90 വരും. ഇത് 90 ആണെങ്കിൽ ഇത് 90 ആണ്. അപ്പോൾ റെക്ടാംഗിൾ 90 റെക്ടാംഗിൾ ആവുന്ന എപ്പോഴാണ്? സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആകുമ്പോൾ. അത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി രണ്ടാമത് അടുത്ത ചോദ്യമുണ്ട്, എപ്പോഴാണ് ഇത് സ്ക്വയർ ആവുക? സ്ക്വയർ ആവണമെങ്കിൽ എന്ന് പറഞ്ഞതാണ് അതായത് ഒരാംഗിൾ 90 ആകണം, സൈഡ്സ് ഈക്വൽ ആകണം. അപ്പൊ ഇത് രണ്ട് ഈക്വൽ ആകണം, ഇത് 90 ആകണം. 90 ആകണമെങ്കിൽ ഈ സി ഡി എ ബിക്ക് പെർപെൻഡിക്കുലർ ആവണം. ഇത് രണ്ട് ഈക്വൽ ആകുമ്പോൾ മാത്രമാണ് പി ക്യു ആർ എസ് ഈസ് എ സ്ക്വയർ വെൻ എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആൻഡ് എ ബി ഈക്വൽ ടു സി ഡി. അതായത് എ ബി എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് സി ഡി വരികയും എ ബിയും സി ഡി ഈക്വൽ ആവുകയും ചെയ്യുമ്പോൾ വശങ്ങളും തുല്യമാവും, ആംഗിൾസ് 90 ആവുകയും ചെയ്യും. അപ്പോൾ ഇത് സ്ക്വയർ ആവണമെങ്കിൽ എ ബി പെർപെൻഡിക്കുലർ ടു സി ഡി ആവണം, കൂടാതെ എ ബി ഈക്വൽ ടു സി ഡി ആവണം. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.